ഗുഡ് മോർണിംഗ് ഗൈസ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചിമ്മിണി പറഞ്ഞിട്ടുള്ള പ്ലേസിലേക്ക് വന്നിട്ടാണ്. ഫുൾ ട്രെക്കിംഗ് വൈബാണ്. അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ ട്രിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അത് കാണിച്ചു കൊടുത്തേ. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ നവംബറിൽ. ഇപ്പോൾ ഡിസംബറിൽ നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ട്രിപ്പും കൂടെ പോവാണ്. ഇനി വീണ്ടും ട്രിപ്പുകളായിട്ട് വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ വീഡിയോ ഇരുന്ന് കാണുക. ഓക്കെ. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. പിള്ളേരൊക്കെ ഫുൾ വൈബിലാണ്. അപ്പൊ ഞങ്ങളെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഞങ്ങൾ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണും. അപ്പൊ മാക്സിമം വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക. അത് വേറെന്താ? അങ്ങനെ നമ്മൾ ചിമ്മിണി ബോർഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി, അതുകൊണ്ട് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിയും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുവരെ നമ്മളിവിടെ പോസ്റ്റാണ്. പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ, നല്ല തണുപ്പും. അല്ല കുഞ്ഞോ, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഈ ക്ലൈമറ്റ്? നല്ല തണുപ്പില്ലേ? അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. വേണ്ടവർക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. കിടക്കേണ്ടവർക്ക് കിടക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കിടക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പുറത്തിറങ്ങി. ഇന്നത്തെ ട്രിപ്പിൽ എങ്ങനെ എക്സൈറ്റഡ് ആണോ മാഡം? വെരി മച്ച് എക്സൈറ്റഡ്. നാളെ കാലൊക്കെ വേദനിക്കണം. മാഡത്തിന് എന്താ പറയുള്ളത്? ഫേസ് കണ്ടാലും നല്ല പൊലിവാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഒരു നോർമൽ സിമ്പിൾ ഡ്രസ്സ്. നമ്മളിവിടെ എത്ര നേരം നിൽക്കുന്നൊന്നും അറിയില്ല. അതുവരെ ഇങ്ങനെ വീഡിയോ പിക്കും ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കണം. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. നമ്മൾ എത്ര ടൈം ആകുമ്പോഴാണ് അവിടുന്ന് പോകുന്നത്? നമ്മൾ 4 o'clock 4 മണിയാകുമ്പോൾ പോന്നിട്ടുണ്ട്. ഇപ്പം ഇന്നലെ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. സാരമില്ല. ഗൈസ്, ഞാൻ ഫസ്റ്റായിട്ട് ഓട്ടൊക്കെ ചെയ്തു കേട്ടോ. ഇത് ഫസ്റ്റ് ഓട്ടം. അപ്പോൾ ഇതാണ് ഗൈസ്. ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു. എടുത്ത് തരേണ്ട ആവശ്യമുണ്ടോ അതോ നമ്മൾ എടുക്കില്ലേ? വേസ്റ്റ് അവിടെ ഇവിടെ വണ്ടിയിലാണ് വേണ്ടേ? സ്നാക്സ് ഒക്കെ ഫുഡാണല്ലേ? നമ്മളാണെന്നൊരു വാട്ട അയച്ചിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രെഡും പീനട്ട് ബട്ടർ തിന്നതിനെ കൂടെ റോബസ്റ്റ് ഹെൽത്തിയൊക്കെ കൊണ്ട് അയച്ചിട്ട് ഉച്ചക്ക് കുഞ്ഞു ആകെ വിഷമത്തിലാണ് കേട്ടോ. കാരണം അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നതായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രിപ്പൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് പേര് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെയും ടീംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പേരും സൈനും കൊടുത്താൽ നമുക്കുള്ളിൽ
പ്രവേശിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? Shada, come on. Ba. ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ബൈ കുഞ്ഞു. ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ അവർ വെയിറ്റ് ചെയ്യും നമ്മൾ കഴിയുന്നത് അതുവരെ. ഒരുപാട് ടൈമൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഇപ്പോൾ നമ്മളൊരു രാവിലെ ആണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു ഉച്ചെങ്ങാനും ആകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെക്കിംഗ് പരിപാടികളൊക്കെ ഏതാണ്ട് തീരും. അങ്ങനെ നമ്മൾ ആ കാണുന്ന വെള്ളത്തിൻ്റെ അപ്പുറത്തെ സൈഡ് എത്തണം കേട്ടോ. അവിടെയാണ് നമ്മുടെ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അതിമനോഹരമായ സ്ഥലം. വാവ്, അടിപൊളി പ്ലേസ്. അപ്പോൾ നമ്മളിനി ഇതിൽ കയറാൻ പോവാണ്. ഒട്ടൊന്നുമില്ലല്ലോ. ഗൈസ്, അപ്പം ഇനി നമ്മള് ഇതിൽ കയറാൻ പോവാണ്. കണ്ട ഇംഗ്ലീഷുകാരൻ വാങ്ങിയിരുന്നു. അതിന്റെ അമേരിക്കൻ അമ്മായി. സൺഗ്ലാസ് മസ്റ്റാണ് ഗൈസ്. നല്ല വെയിലുണ്ട്, പക്ഷെ സുഖമുള്ള വെയിലാട്ടോ. ശൂരണം. ഓക്കെ, നമുക്ക് ജാക്കറ്റ് ഇടാൻ പോകാം. ഷൂ ഒക്കെ ഊരി വെക്കണം കേട്ടാ. അതിൽ വാട്ടർ ബോട്ടിലുണ്ടോ? എന്തിനോ അവിടുന്ന് വാങ്ങാൻ പറഞ്ഞു. ഇത് നിങ്ങൾ സക്സസ് ആക്കി അടുത്ത നമ്മൾ ക്ലൈമറ്റ് വാക്ക് എടുത്തു വരും. 12 കിലോമീറ്റർ. നല്ലൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുകയാണ്.
ഫുള്ള് കാടാണ് കേട്ടോ. നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ അതിൻ്റെതായ ടീംസൊക്കെ ഉണ്ട്. ഓക്കെ, ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ നമ്മൾ വിശക്കാൻ തുടങ്ങി. 8 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. ഇപ്പം തന്നെ 8 കിലോമീറ്റേഴ്സ് അല്ല നടക്കാനുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ ഒരുവിധം കിതപ്പ് തുടങ്ങി. ചത്ത് എന്താവും അറിയില്ല. കയറുമ്പോഴന്നെ ഏറ്റവും പ്രാധാന്യം നമ്മൾ സൈലൻ്റ് ആവുക എന്നുള്ളതാണ്. നമ്മുടെ കാലിൻ്റെ അടി പോലും മൃഗങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഉള്ളിൽ വലിഞ്ഞ് പോകുമെന്ന് പറയും. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ശബ്ദം ഉണ്ടാക്കില്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും എന്താ കാട്ടിൽ കയറി ശബ്ദം ഉണ്ടാക്കിയ എന്നൊക്കെ നമ്മോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നമുക്കൊന്നിനും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് സൈലൻ്റ് ആവാൻ പറ്റിയെങ്കിൽ അത്രയും സൈലൻ്റ് ആവും. അപ്പോൾ ആന തൊട്ടടുത്ത് നിൽക്കണം പോലും നമ്മൾ ശബ്ദം ഉണ്ടാക്കി നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വ്ളോഗിൽ അധികം സംസാരമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സംസാരിക്കാൻ പറ്റൂല, കാടാണ്. അപ്പോൾ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈലൻ്റായിട്ട് പോകണം. എന്നാലേ നമുക്ക് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവർ പോകും. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോയിലൊന്നും അധികം സംസാരിക്കണ്ടാവില്ല. ഓക്കെ, ഞാൻ എനിക്ക് വീഡിയോ കാണിച്ചു തരാം, പക്ഷെ സംസാരിക്കണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് വേറെ സ്മെല്ല് കിട്ടുന്നുണ്ടാവില്ലേ? അല്ല, നമ്മളിപ്പോൾ ഇതുവരെ നടന്നൊന്നും കണ്ടില്ല. ശരിക്കും 1-2 പേരൊക്കെ ആയിട്ട് വരണല്ലേ? ഇത് ഒരുപാട് പേരുണ്ടാകുമ്പോൾ ചിലപ്പം സൗണ്ട് ഓൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടാവും? 2 അങ്ങനെ നമ്മൾ 2 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു പരുന്തിനെ പോലും കണ്ടില്ല. ഒരാൾ വടിയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. കുറേ പേര് അവിടെ സൈഡായി.
എന്തായാലും നടക്കണം. അപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നടന്നുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ചൊക്കെ ടോപ്പിലെത്തി. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, എന്നിട്ട് വീണ്ടും നടക്കാം. നല്ല സ്മെല്ലുണ്ടല്ലോ ഇവിടെ. എന്തോ ഒരു ആൾക്ക് എന്ത് തോന്നുന്നു? വളരെ നല്ലൊരു അനുഭൂതിയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇനി ഒരു ട്രക്കിങ്ങിന് വിളിച്ചു വരുമോ? തീർച്ചയായും 2 വട്ടം വരും. ഏത് മലന്റെ അടുത്തെത്തിയാലോ പറഞ്ഞു? ആര് പറഞ്ഞത്? ആ മലന്റെ അപ്പുറത്തെ മലക്കോ? ആരെ വരുന്നേ? ഞങ്ങൾ എന്തൊക്കെ കണ്ടു അറിയോ ആദ്യം വരുന്നോണ്ട്. അത് ഞാൻ കേട്ടില്ല സൗണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. എന്ത് പറയുന്നു? നൈസ്. കഥച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ലല്ലേ? നാല് സുമ്പൊക്കെ കളിക്കാണ്, ക്ഷീണിക്കൂലെന്ന് പറഞ്ഞ്. ആ വെള്ളം കൂടി കണ്ടാ മനസ്സിലാക്കാൻ പറ്റുമോ? ആ ശരിയാണ്. ആ അതെ അതെ. അപ്പൊ ഞാനോ? പൂക്കികള് ഞാൻ കൊടുക്കാം. നമ്മള് താഴത്തേക്കാണ് പോകുന്നത് ഗായ്സ്. നമ്മൾ ഫുള്ള് താഴേക്കാ പോകുന്നത്. ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ. എല്ലാവരുടെ കയ്യിലും വടിയൊക്കെ ഉണ്ട്. ഉടനെ വരും. അടുത്ത ട്രിപ്പ് വരും. ഒരാൾ വടി ചോദിച്ചു ഓർമ്മയുള്ളൂ. എല്ലാവരുടെ കയ്യിലും വടിയാണ്. എനിക്കും കിട്ടി വടി. വടിയില്ലെങ്കിലേ ചിലപ്പം ഉരുണ്ടു പോകാനുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ? ആ ഇനിയിപ്പോ കിട്ടലും ഉണ്ടാവില്ല. സെറ്റല്ലേ? ഉമ്മയും മോളുമാണ് ഗൈസ്. ഇത് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിരിക്കുക. ഉമ്മ വേറെ വൈബാണ്. ഉമ്മ ഉണ്ടല്ലേ മോളെക്കാട്ടിലും ഫാസ്റ്റിൽ പോകണം. മാഷാ അല്ലാഹ്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാടുകൂടൊക്കെ. വയനാട്ടിൽ പോയിട്ട് ഇതേപോലെ പോകാൻ നിന്നു. പക്ഷേ വയനാട്ടിൽ നിന്ന് അന്ന് അവിടെ ചെന്നപ്പത്തിന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്താൻ ലേറ്റായിട്ട്. നല്ല വെയിലുണ്ട് ഗൈസ്. ശരിക്ക് ഞങ്ങൾ കുറച്ച് നേരത്തെ കയറിയപ്പോൾ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വെയിൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ നല്ലോണം ടയർഡാവുന്നുണ്ട്.
നമ്മൾക്ക് കാടാന്നുള്ളത് ശരി. അപ്പൊ തൊടുക പോലെ ശരി. ഒരു ആനനെ കാണുന്നു. ഈ എങ്ങനെയല്ലേ പിടിക്കണ്ടേ? ഇങ്ങനല്ലേ? നല്ല ലുക്കാണ്. അടിപൊളി. ആ നല്ല ഇഷ്ടപ്പെട്ട്. വന്നിട്ട് എന്തേലും കണ്ടോ? ഒന്ന് എന്തേലും കണ്ടോ? വല്ല മൃഗത്തിനെ, പ്രാണീനെ വല്ലതും ആ കണ്ടോ? എന്തിനും കണ്ടേ? നമ്മള് മലയണ്ണാനെ കണ്ടില്ലേ? അതേ കണ്ടുള്ളൂ. ഇത്ര നേരമായിട്ട് ഒന്നും കണ്ടില്ല. ഇവരൊക്കെ പോയി വന്നു. ഒട്ടും വയ്യ. നിർത്തി അതിനാ എന്നാ പോരെ. നമ്മൾ ഈ കാടൊക്കെ താണ്ടി പോവുകയാണ് അല്ലേ? ഇനി ഒരു ട്രിപ്പും കൂടി പോയാലോ? പോവാ. അടുത്തന്നെ പ്ലാൻ ചെയ്ത്. അടിപൊളിയാ ഈ ട്രിപ്പ്. ലൈഫിൽ മറക്കാൻ പറ്റാത്ത ട്രിപ്പ് അത്. വെള്ളി ചാടണ വഴി കാണാല്ലേ? നമുക്കൊരു 5 മിനിറ്റ് ഇരിക്കാം. നാച്ചുറലല്ലേ, ഹെർബലല്ലേ, കളയാ ഉപ്പുമ്പ് മുമ്പുണ്ടോ ചെറിയ കുട്ടിൻ്റെ ആരുടെ മോളെ? ചെറുതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനിയുണ്ട്, പക്ഷെ നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വാട്ടർഫോൾ ഉണ്ടെന്ന്. നമ്മൾ അയ്യോ എങ്ങനെ ഇറങ്ങും? കാല് വെച്ചാണ്, പക്ഷെ ഒരു പേടി. അപ്പോ ഹായ്, നേരത്തെ കാലത്ത് തന്നെ എത്തിയില്ലേ? ഞാനൊന്ന് അവിടെ സൈഡായി. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡായി. കാരണം വീണിട്ടില്ല, പക്ഷെ ഒരുപാട് നടന്നിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ ഒരു ചെറിയ പെയിൻ. അവിടെ ഫോട്ടോമൊക്കെ എടുക്കുന്നുണ്ട്. ആ ഒരാള് ചൂരാ മടിച്ചു നിക്കാന്ന് പറഞ്ഞിട്ടതാ. ഇതാ ആ ഞാൻ ഇരുന്നു. മീനെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വളർത്തും. വെറുതെ പറയാട്ടോ ഗൈസ്, വെറുതെ പറഞ്ഞ ഞാനല്ലേ പിടിച്ചത്, അവളാണ്. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, അത്രേ ഉള്ളൂ. മീനെ കൊല്ലരുത്. മീനെ കാണുന്നുണ്ടോ? എന്റെ ഗോൾഡ് ഫിഷിനെ കണ്ടോ? ആ മീനെ വളർത്തി കിട്ടാളെ ചത്തുപോകും. ഞാൻ അവിടെ ചെന്നിട്ട് ഇട്ടോണ്ട്. അതെവിടെയാണ്? നമ്മളെ അടുത്താണോ? അടുത്ത ഒന്നും കൂടി ആഞ്ഞു ശ്വേതാജി, ശ്വേത എനിക്ക് വൈറലായത് ഓൾറെഡി അവളെ വൈറലായതാ. ആ സൈഡ് അധികം 100 രൂപ ഒന്നും കൊണ്ടാക്കി തരുന്നതാണ്. അധികം അല്ലല്ലോ ലോകം ലുലുന്ന് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ആകെ 4 ആള്. മറ്റേ ആ താത്തല്ലേ ഞാൻ മറ്റേ ശരിയോ?
അതിന് ആന വേണ്ട. ആന വന്നാൽ ഓടാൻ പറ്റുന്ന ലെവലല്ല. കാലൊക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ട്രക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അയ്യോ, അങ്ങനെ ഫൈനലി നമ്മൾ 8 കിലോമീറ്റേഴ്സ് നടന്നെത്തി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ബാക്കിയുള്ളവരൊക്കെ വരുന്നുള്ളൂ, ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ സ്പോട്ടെത്തി. ഇവിടുന്നാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടുക. ഓക്കെ, ആദ്യം ഒന്ന് വാഷ്റൂം പോകണം, എന്നിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് പോകണം. 15 ഉള്ളൂ, 16 അവിടെ ഉള്ളവരടക്കം 15 ഉണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ്. എങ്ങനെയുണ്ട്? നടന്നുകൊണ്ട് ഹെൽത്തി ഫുഡ്. എങ്ങനെയുണ്ടല്ലോ? പയറുപ്പേരുണ്ട്, അച്ചാറ്, കച്ചമ്പറ്, സാമ്പാർ, പപ്പടം. അത്തക്കൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും ഡെസേർട്ട് കഴിക്കൂ. വാട്ടർമെലൻ ഡെസേർട്ട്. നല്ല മധുരം ഉണ്ട് അല്ലേ? ഇല്ലേ? നല്ല അടിപൊളി പ്ലേസിലെ ചൂടില്ലല്ലേ? അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചായ അല്ലേ? ഇത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവാം, കിടന്നുറങ്ങുക. ഓക്കെ, സൂപ്പൊക്കെ ചിക്കൻ ഏതാ മട്ടൻ ഏതാ പറഞ്ഞത്? ഇത് മട്ടൻ വന്നതൊക്കെ മട്ടൻ സൂപ്പും മട്ടൻ സൂപ്പും. ഇവിടെ മട്ടൻ അല്ലല്ലോ. ആയിക്കോയിക്കല്ല. വൈൻഡപ്പ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പം നമ്മൾ അടുത്ത് കാണുമ്പോൾ ഇറങ്ങും. അപ്പം നമ്മൾ ലാസ്റ്റ് സൂപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ചിക്കൻ കുഴപ്പമില്ല, അങ്ങനെ വാവ് പറയാൻ മാത്രമൊന്നുമില്ല. ഓക്കെ ഓക്കെ, വാവാണ്. ഓൾഡ് വാവാണ്. മട്ടൻ ടേസ്റ്റ് അറിയാത്ത ആൾക്ക് എന്താ എന്റെ കണ്ണങ്ങനെ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.